ഉമ്മയാണ് ഒന്നാമത്തെ മദ്രസ, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഇതൊന്നല്ല, ഇത് രണ്ടാമത്തെ മദ്രസയാണ്. ഉമ്മയിൽ നിന്ന് എന്താണോ ലഭിച്ചത് അതിൻ്റെ പരിശീലനം മാത്രമേ ഇവിടെ ഉള്ളൂ. ഉമ്മയിൽ നിന്ന് ലഭിക്കാത്ത ഒന്ന് നൽകാൻ ഒരിക്കലും രണ്ടാം മദ്രസക്ക് കഴിയില്ല. ഒന്നാം മദ്രസയിൽ നിന്ന് കിട്ടിയതിൻ്റെ പരിശീലനം മാത്രമേ രണ്ടാം മദ്രസയിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഉമ്മമാർ ജാഗ്രത പാലിക്കണം. മക്കൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഉമ്മയാണ്. ഒറ്റ കാര്യം കൂടിയും പറയട്ടെ, മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇസ്ലാമിക ശരീഅത്ത് നൽകിയിട്ടുള്ളത് വാപ്പാക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കുട്ടിക്ക് മുല കൊടുക്കേണ്ട ഉത്തരവാദിത്തം ശരീഅത്ത് നിയമപ്രകാരം ഉമ്മാക്കല്ല, അത് വാപ്പാക്കാണ് ഉത്തരവാദിത്തമുള്ളത്. വാപ്പാന്റെ ഉത്തരവാദിത്തം ഉമ്മ നിർവഹിക്കുന്നു എന്ന് മാത്രം. മുല ഉമ്മാന്റെ അടുത്താണ്, മുലപ്പാലും ഉമ്മാന്റെ അടുത്താണ്, പക്ഷെ ഉത്തരവാദിത്തം വാപ്പാക്കാണ്. മുല കൊടുക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് എല്ലാ നിലയിലുള്ള പിന്തുണയും നൽകാൻ ഇസ്ലാമിക ശരീഅത്ത് കണ്ടെത്തിയ ഒരു വഴിയാണ് അതിൻ്റെ ഉത്തരവാദിത്തം വാപ്പാനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞത്. കുട്ടിക്ക് മുലയെടുക്കുന്ന സമയത്ത് നിങ്ങളെ കുട്ടിക്ക് മുലയെടുക്കാൻ എനിക്കാവില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളാണ് പോയാൽ ഓൻ സ്വീപ്പാവണം. കാരണം ഉത്തരവാദിത്തം അവനായിരിക്കണം. അപ്പം എല്ലാ നിലക്കും പിന്തുണ കൊടുക്കാനും നന്നായി മുലയൂട്ടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ഭർത്താവാകുന്ന കുട്ടിയുടെ വാപ്പയെ പ്രചോദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇസ്ലാമിക ശരീഅത്ത് മുല കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വാപ്പയിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞത് ഉമ്മാനോടാണ്, ഇനി പറയാനുള്ള അവസാനത്തെ വാക്ക് വാപ്പാനോടാണ്. മുല കൊടുക്കുന്നത് ഉമ്മയാണെങ്കിലും വാപ്പാന്റെ ഉത്തരവാദിത്വത്തിലാണ് അതുള്ളത്. അതുകൊണ്ട് നിന്റെ ഭാര്യ നിന്റെ കുട്ടിക്ക് നല്ല ശ്രദ്ധയോടുകൂടെ, നല്ല ചിന്തയോടുകൂടെ, നല്ല മനസ്സോടുകൂടി മുല കൊടുക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഏർപ്പെടുത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടുന്നതാണ് കുട്ടി പരാജയപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അവസാനത്തെയും കാരണം എന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നീക്കുപോക്കുകളും ഉണ്ടാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഉമ്മവാപ്പമാർക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. പറഞ്ഞതും കേട്ടതും സ്വാലിഹാമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് 3 സ്വലാത്തോടു കൂടി പിരിച്ചുവിടുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.